ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബാക്കി വന്ന ചോറ്, ഒരു കപ്പ് അരിപ്പൊടി, നാളികേരം, ചുവന്നുള്ളി, വെളുത്തുള്ളി കൂടിയിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്സ് ആട്ടോ. അതപ്പോൾ എങ്ങനെയൊക്കെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാമല്ലോ, വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ ഈ എല്ലാ അരിപ്പൊടിയും നാളികേരവും ചുവന്നുള്ളിയും ചെറുള്ളിയും കൂടി മിക്സിയിൽ ജാറിലിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ട് ഉപ്പും ഒക്കെ കൂടിയിട്ട് മിക്സിയിൽ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. വെള്ളമില്ലാതെ ഒന്ന് അടിച്ചെടുക്കാം. നാളേരത്തിൻ്റെ നനവിൽ ചോറിൻ്റെ നനവിലൊക്കെ ചോറ് കൂടി ഇട്ടിട്ടാണ് അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചോറും അരിപ്പൊടി നാളികേരമൊക്കെ കൂടി ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ കൂടി അടിച്ചത് പൊടിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ഇപ്പോൾ ഒന്ന് കൂട്ടി കുഴക്കുമ്പോൾ ഒത്തിരി നനവ്, കുറച്ച് നനവൊക്കെ ഉണ്ട്. പക്ഷേ ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ. ഇപ്പോൾ നല്ലോണം നനവ് ആയിട്ടില്ല, കണ്ടങ്ങനെ പിടിച്ചാൽ പിടിയുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി തിളച്ച വെള്ളം വെച്ചിട്ട് കുഴയ്ക്കാം കേട്ടോ. അതിന് മുന്നായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ എള്ളിടുക, അതുപോലെ ഒരു ടീസ്പൂണ്, ചെറിയ ടീസ്പൂണ് ജീരകം ഇടുക, നല്ല ജീരകം. അപ്പോൾ രണ്ടും കൂടി മിക്സാക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം, ഒരു 5-6 ടീസ്പൂൺ വെള്ളം വേണ്ടി വരുമല്ലോ കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് കയ്യിലോട്ട് തിളച്ച വെള്ളം കാരണം കയ്യിലോട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് വേഗം നനവാകും. മറ്റേ നാളേരം ചോറൊക്കെ അരച്ചതിൻ്റെ നനവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൈയിലോണ്ട് തന്നെ നന്നായി മിക്സാക്കി ഇളക്കിയൊക്കെ അറിയാം അപ്പോൾ വെള്ളം മതിയാവുമോ എന്നുള്ളത്. അപ്പോൾ ഒരുവിധം നോക്കുമ്പോൾ അത് കണ്ട പൊടി ഇങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, വെള്ളം മതി. ഇനി നമുക്കത് കൈകൊണ്ട് ഒന്ന് ആറിയതിന് ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ച് മിക്സാക്കി എടുക്കാം കേട്ടോ. നല്ല മാതിരി കുഴച്ചിട്ട് റെഡിയാക്കിയിട്ട് ഒരു ഉരുളിയാക്കി എടുത്ത് അതൊരു കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ ഉണങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണ വരെ അത് മൂടിയിരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് 2 ടീസ്പൂണോളം ഒഴിച്ചു. അപ്പോൾ കണ്ട നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് ഒരുക്കി ശരിയായി വന്നപ്പോൾ ഞാൻ ഒരു കപ്പ് അവില്, ഒരു വെള്ള അവിലിന് ഇട്ടാൽ കാരണം വേഗം റോസ്റ്റാവും. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ വേഗം കരിയും. കനം കുറഞ്ഞ വെള്ള അവിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അതൊന്ന് റോസ്റ്റായി വന്നപ്പോൾ അതിലേക്ക് ഒരു മുറി നാളികേരം ചെറിയത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു മുറി നാളികേരം ചെറിയത് ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സാക്കി ഇളക്കി കൊടുക്കട്ടെ. ഒന്ന് റോസ്റ്റ് ആവണം, നാളികേരം ഒന്ന് റോസ്റ്റ് ആവണം, കുറച്ച് നേരം ഇളക്കട്ടോ. അപ്പോൾ അവിൽ റോസ്റ്റ് ആയിട്ടുണ്ട്, അതിനോടൊപ്പം കിടന്ന് ആ നെയ്യിൽ കിടന്ന് നാളികേരം നന്നായി റോസ്റ്റ് ആയിട്ട് നമുക്ക് ഇനി ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച് പാനിന് മാറ്റി ഇപ്പോൾ പാനിൽ തന്നെ ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് ആ നീര് കല്ലരിച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ശർക്കര നീരൊന്ന് തിളച്ചപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അവിലും നാളികേരം കൂടി ഉള്ളത് ഞാൻ ചെറുതായി പൊടിച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടി നമ്മൾ ശർക്കര നീരിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനോടൊപ്പം ഏലക്കായ പൊടിച്ചതും ചേർത്തു കേട്ടോ. ഒരു 5-6 ഏലക്കായ പൊടിച്ചും ചേർത്തു. ഇപ്പോൾ ആ വെള്ളമൊക്കെ വലിഞ്ഞ് ഫില്ലിങ് തയ്യാറായപ്പോൾ ഞാനൊരു ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ മാറി ഇരിക്കട്ടെ, ചൂടൊന്നും നന്നായി ആറട്ടെ. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അത് ഒരു 15 മിനിറ്റോളം ഇരുന്നപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഉരുളെടുത്തിട്ട് നമുക്ക് ആദ്യം പരത്തി നോക്കാം കേട്ടോ. അപ്പോൾ പലയാമ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുക്കണം, അല്ലെങ്കിൽ പിടിക്കുള്ളൂ കേട്ടോ, പരത്തിയാൽ കിട്ടില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ തടവി കൊടുത്തത്. വെളിച്ചെണ്ണ പരത്തി കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ഓരോ ഉരുളെടുത്തിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ വടി കൊണ്ട് പരത്തി കറക്റ്റാക്കി എടുക്കുക. ആദ്യം കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ പരന്നതിന് ശേഷം നമ്മൾ 4 സൈഡും വെട്ടിയെടുക്കുക കേട്ടോ, ഒപ്പാവാൻ വേണ്ടിയിട്ട്. കത്തി കൊണ്ട് തന്നെ 4 സൈഡും ഒന്ന് ഒപ്പാക്കി മുറിച്ചെടുക്കുക. അതുപോലെ 4 സൈഡ് മുറിച്ചെടുത്തു കേട്ടോ. അതിൻ്റെ ബാലൻസ് പൊടി മാറ്റി. പിന്നെ അതിൻ്റെ മുകളിൽ ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഫില്ലിങ് ഇല്ലേ, അത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര, നാളികേരം, അവിലൊക്കെ പൊടിച്ച് ചേർത്തില്ലേ, നെയ്യിൽ വറുത്തിട്ട്, അതൊക്കെ കൂടി കേട്ടോ ഈ അവിൽ മിക്സ്. അത് നന്നായി കൈകൊണ്ട് തന്നെ ടീസ്പൂൺ കൊണ്ടൊക്കെ ശരിയാവില്ല, കൈകൊണ്ട് നന്നായി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പരത്തിയതിൻ്റെ ശേഷം നമുക്ക് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ റോൾ പരത്തിയില്ല, ആ റോളിൻ്റെ അരികിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊണ്ടുവരിക കേട്ടോ. മടക്കി കൊണ്ടുവന്ന് അവിടെ യോജിപ്പിക്കണം കണ്ടോ. അങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ആ സൈഡ് അതുമ്പോൾ ഒട്ടിച്ച് വെച്ച് കൊടുക്കട്ടെ. സൈഡ് ഏറ്റവും അറ്റത്തെ സൈഡ് നമ്മളെടുത്ത് കൈ പിടിച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ കയ്യിൽ ഇങ്ങോട്ട് എടുത്താൽ പോരും കേട്ടോ. ഇതൊന്നും കുഴപ്പമില്ല, ഒട്ടൊന്നും ഇല്ല, എണ്ണ പറ്റി കാരണം കയ്യിൽ പോരുന്നുണ്ട്. ആ സൈഡ് നന്നായി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. സൈഡ് നന്നായി ഒട്ടിച്ചതിന് ശേഷം താഴെ വെച്ചിട്ട് ഇനി നമുക്കൊരു കത്തി എടുത്തിട്ട് തന്നെ എല്ലാവിടെയും ഓരോ പീസുകളാക്കി മുറിക്കുക കേട്ടോ. നമുക്ക് എത്ര വലുപ്പം വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കത്തി കൊണ്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ചെറിയ ഒരുവിധം മിനിമം മാക്സിമം വലുപ്പത്തിൽ ഞാനത് മുറിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 പീസായിട്ട് എനിക്ക് ഒരെണ്ണത്തിൽ നിന്ന് ഇപ്പോൾ കിട്ടിയത് കണ്ട. ഇനി അത് നമ്മൾ ഓരോന്നായി എടുത്തിട്ട് പരത്തി കൊടുക്കുക.
പലയാൻ വെച്ചിട്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് പരത്താട്ടോ. പരത്തിയതിന് ശേഷം അതിങ്ങനെ പരത്തി എല്ലാം റെഡിയാക്കി വെക്കുക കേട്ടോ ഒരു പ്ലേറ്റിലേക്ക്. ഇതുപോലെ എല്ലാ മാവും കുഴച്ച് പരത്തിയിട്ട് ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കിയിട്ട് ഇതുപോലെ നീക്കി വയ്ക്കുക. ഓരോന്ന് പരത്തണം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ അതല്ലാതെ അതുപോലെ ചെയ്യണം. പരത്തി ഫില്ലിങ് വെച്ച് ഇതുപോലെ മുറിച്ച് നമ്മൾ മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മാവും ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കുക. നല്ല വറവ് വേണം. ആ ചെറുള്ളിയും ചുവന്നുള്ളിയൊക്കെ അരച്ചില്ലേ അതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റും വേണം കേട്ടോ. കഴിക്കാൻ തന്നെ മണം കേട്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പലഹാരം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പോലെയുള്ള പലഹാരമല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാതും ഇങ്ങനെ പരത്തിയിട്ട് കൈ കൊണ്ടൊന്ന് പതുക്കെ ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പാക്കിയിട്ട് സൈഡ് ഭാഗം 4 ഭാഗം ഒപ്പാക്കുക കൈ കൊണ്ട് കേട്ടോ. ഇതുപോലെ മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാതും ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. ഇനി 2 കൂടി കഴിയാൽ മറ്റുള്ള മാവ് ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് എല്ലാതും ഇങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഫില്ലിങ് നിറച്ച് എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാതും ഞാൻ കുഴച്ച് ഇതുപോലെ പരത്തി ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാനതിന് അതിന് മുന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ കുറച്ച് മൈദ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഈ മൈദ ഇതിൽ മുക്കിയിട്ട് വേണം നമ്മൾ ബ്രെഡ് റോസ്റ്റിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാൻ. അപ്പോൾ ഈ മൈദ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അത് മൈദ കലക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ പാനിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ കണ്ട മൈദയിൽ ആദ്യം ഓരോ പീസുകൾ എടുത്തിട്ട് മുക്കുക. ഞാൻ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാം കേട്ടോ. മൈദയിൽ മുക്കിയതിന് ശേഷം അപ്പോൾ ഇതേ ബ്രെഡിൻ്റെ പൊടിച്ച പൊടി ഉണ്ടല്ലോ അതിലേക്ക് അത് മുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഓരോന്നായിട്ട് പതുക്കെ എണ്ണ തെറിക്കാതെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വീണ്ടും ഓരോന്നെടുത്തിട്ട് ഇതുപോലെ തന്നെ മൈദയിൽ മുക്കുക, പിന്നെ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കുക, എണ്ണയിലേക്ക് ഇടാം കേട്ടോ. ഇതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴേ എന്ത് ടേസ്റ്റ് എന്നാൽ കഴിക്കാൻ. ആ ചെറുള്ളി വെള്ളുള്ളി അരച്ചതിൻ്റെ മണം എല്ലാം കൂടി ആയിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ. ഒരു പ്രത്യേക ടേസ്റ്റുള്ള പലഹാരം അത്. അങ്ങനെ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം മധുരത്തിന് വേണ്ടിയിട്ട് ഉള്ളിൽ നല്ല ഫില്ലിങ്, അവിലൊക്കെ നെയ്യിൽ വറുത്ത കാരണം പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ അതിനും. അപ്പോൾ ഇതുപോലെ എല്ലാതും ഒരു 5 എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യത്തെ ട്രിപ്പല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മൈദയിൽ മുക്കി ബ്രെഡിൽ മുക്കുക, പിന്നെ ഇടുക. അതുപോലെ ഒരു 5 ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടിഭാഗം ഒന്ന് ആയി കിട്ടണം. അടിഭാഗം ഒന്ന് ചെറുതായി ഒരു കളർ മാറി തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിഭാഗം എല്ലാത്തിൻ്റെ അടിഭാഗം മറച്ച് കൊടുക്കുക. കണ്ട കളർ മാറി തുടങ്ങിയിട്ട് ഞാൻ ഫുള്ള് ഫ്ലെയിമിൽ ഇട്ടിട്ടില്ല കേട്ടോ. ചെറുതായി ഒരു മീഡിയത്തിൽ ഇട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് മുകൾ ഭാഗം കരിഞ്ഞു പോണേന്. ബ്രെഡൊക്കെ അല്ലേ അപ്പോൾ വേഗം കരിഞ്ഞു പോയി. അപ്പോൾ ഉൾഭാഗം ശരിക്കും വേവില്ല. ഇതാകുമ്പോൾ പതുക്കാകുമ്പോൾ ഉള്ളിലത്തെയും നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടേ. മാവൊക്കെ ഒന്ന് നന്നായി മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി ഒരുവിധം കളർ മാറിയിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ അരപ്പ് കയ്യിലേക്ക് കോരിയെടുക്കുക കേട്ടോ. എണ്ണ വാലെ അപ്പോൾ അത് ഒരുവിധം ആദ്യത്തെ ട്രിപ്പിൻ്റെ എല്ലാ 5 ഞാൻ എണ്ണയിൽ നിന്ന് എടുത്തു. അപ്പോൾ അതുപോലെ മറ്റുള്ളതും നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തു. കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നായി നല്ല ഭംഗിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കിയൊക്കെ ഉള്ളിലൊക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാൻ. പൊട്ടിക്കുമ്പോൾ വേണ്ട ആ ഫില്ലിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റ്. അതോടുകൂടി കഴിക്കുമ്പോഴേ എന്ത് ടേസ്റ്റാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. അപ്പോൾ ദയവ് എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. എല്ലാവർക്കും ബായ്.